അപ്പൊ നമ്മൾ അതാണ് പറഞ്ഞത്, അത്തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് കൗണ്ട് ചെയ്യുന്നത്, അല്ലേ? അതെ. അപ്പൊ അതെങ്ങനെ കൗണ്ട് ചെയ്യുന്നത്? അതായത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഈ എലമെന്റ് എന് ഒരു ലൈൻ ഇവിടെ നിന്ന് എന് ഒരു ലൈൻ ഇവിടുന്ന് മുന്നോട്ട് പോകണം, എങ്ങോട്ടെങ്കിലും. ഇവിടേക്കാവാം, ഇവിടേക്കാവാം, ഇവിടേക്കാണെങ്കിൽ ബിന് ഒരു ലൈൻ ഇവിടുന്ന് തുടങ്ങണം. അപ്പൊ എവിടേക്ക് വേണമെങ്കിൽ ആവാം. എന് ഒരെണ്ണം വേണോ, രണ്ടെണ്ണം വേണോ, മൂന്നെണ്ണം വേണോ എന്ന് പറയാം. എത്ര ലൈൻ വേണമെങ്കിൽ എന് തുടങ്ങാം, പക്ഷെ എന് എല്ലാത്തിനും ഉണ്ടാവണം. അതായത് ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ, കാരണം എന്ന് മാത്രം ലൈന് പോകണം, ബിന്ന് ലൈന് പോവാത്തൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷൻസ് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇതിന്റെ അർത്ഥം. നമുക്ക് ഇങ്ങനെ ഈ രണ്ട് എലമെന്റിനും പ്രീ ഇമേജ് എന്നാണ് പറയുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ, ഈ ലൈൻ ഇവിടെ നിന്നായിരിക്കും വരിക, പക്ഷെ ഇവിടെ വന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്നില്ല. അതായത് ഒരു എലമെന്റിന് അങ്ങനെ ഒരു റീട്രേസ് ബാക്ക് എ സെറ്റ് എയിലേക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് അതിന് പ്രീ ഇമേജ് ഇല്ല. ഈ എലമെന്റിന് ഒരു പ്രീ ഇമേജ് ഇല്ല, മീൻസ് ആ ലൈൻ ഇവിടെ നിന്ന് തുടങ്ങുന്നു. അപ്പൊ എല്ലാ എലമെന്റിനും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് അത് ഫംഗ്ഷൻ ആയിരിക്കണം, വിച്ച് മീൻസ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ഓൾ ഓഫ് ദി പ്രോപ്പർട്ടീസ് ദാറ്റ് all of these elements should have images, and it should also satisfy the property that each of these elements should have a pre-image in A. മനസ്സിലായി? അപ്പൊ അത്തരത്തിലുള്ള ഫംഗ്ഷൻസിനാണ് നമ്മൾ ഓൺ ടു ഫംഗ്ഷൻസ് എന്ന് പറയുക. അങ്ങനെ അല്ലാത്ത ഫംഗ്ഷൻസിന് നമ്മൾ നോട്ട് ഓൺ ടു ഫംഗ്ഷൻസ് നമുക്ക് പറയാം. മനസ്സിലായി? ഇത് ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. പക്ഷെ എങ്ങനെയാണെങ്കിലും ഇപ്പൊ 1, 2, 3 ഒരു എക്സാമ്പിൾ വരുന്നത് എയും ബിയും ഉണ്ട്. അപ്പൊ ഒന്നിന്ന് എയിലേക്ക് ഒരു ലൈൻ, ഒന്നിന്ന് ബിയിലേക്ക് ലൈന് പറ്റില്ല, കാരണം അപ്പോൾ ഫംഗ്ഷൻ ആണ്. രണ്ടിൽ നിന്ന് ബിയിലേക്ക് ഒരു ലൈൻ, മൂന്നിൽ നിന്നും ബിയിലേക്ക് ഒരു ലൈൻ. ദിസ് ഈസ് ആൻ ഓൺ ടു ഫംഗ്ഷൻ ബിക്കോസ് ബോത്ത് എ ആൻഡ് ബി ഹാവ് ഗോട്ട് പ്രീ ഇമേജസ്. ബിക്കോസ് എയുടെ പ്രീ ഇമേജ് 1, ബിയുടെ പ്രീ ഇമേജ് 2, ബിയുടെ പ്രീ ഇമേജ് 3. ഇതൊരു കറക്റ്റ് ഫംഗ്ഷൻ ആണ്. ഇത് സാറ്റിസ്ഫൈസ് ദിസ്. There exists an A belonging to A such that f of A is equal to B for every element in B. അത് കറക്റ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യും. ഇതൊരു ഫംഗ്ഷനുമാണ്. ഫംഗ്ഷൻ ആയിരിക്കണം എന്നുള്ള ആദ്യത്തെ കണ്ടീഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ആയിട്ട് കൗണ്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ഫംഗ്ഷൻ ആയിരിക്കണം, വിച്ച് മീൻസ് every element should have an image, and every element in B set should also have a pre-image in this set A. നിങ്ങൾ ഈ എയും ബിയും നമ്മൾ കൺഫ്യൂഷൻ ആണ്. നമുക്ക് വേറെ എ ബി ഐഡിയ ക്ലിയർ ആയത് മനസ്സിലായല്ലോ? അപ്പൊ അതാ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഈ സാധനത്തിന് പ്രീ ഇമേജ് അല്ലെ, പ്രീ ഇമേജ് ഉണ്ടാവണം. അപ്പോ അതാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഫങ്ഷൻസ് മാത്രമേ കൗണ്ട് ചെയ്യണ്ടൂ. അതെങ്ങനെ കൗണ്ട് ചെയ്യാം? ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് എങ്ങനെ കൗണ്ട് ചെയ്യാം? ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക? എല്ലാ പോസിബിൾ ഫങ്ഷൻസും എന്ന് ബിയിലേക്കുള്ള എല്ലാ പോസിബിൾ ഫങ്ഷൻസും എങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുക? ഒരു ഐഡിയ ഉണ്ടോ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത്, അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഓൺ ടു ഫങ്ഷൻസ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് എത്രയുണ്ട്, അതിൽ ഓൺ ടു അല്ലാത്ത ഫങ്ഷൻസ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൺ ടു ഫങ്ഷൻസ് കിട്ടും. കിട്ടണ്ടേ? കാരണം ഫങ്ഷൻസ് ക്യാൻ ബി ഓൺ ടു ഫങ്ഷൻസ്, or if they are not on two functions, then obviously there is an image out there. That is what are not on two functions. അത് ആലോചിക്കും. What are not on two functions? Not on two functions എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ടു അല്ലാത്ത ഫങ്ഷൻസ്. അപ്പൊ ഓൺ ടു അല്ലാതെ ആവണമെങ്കിൽ എന്തായിരിക്കണം ഉണ്ടാവേണ്ടത്? അത് മാത്രം പറഞ്ഞാൽ മതി. ഓൺ ടു ഫങ്ഷൻ ആണെങ്കിൽ എല്ലാ ഇമേജിനും പ്രീ ഇമേജ് ഉണ്ടാവും. അപ്പോ ഇഫ് ദർ ഈസ് എ ഫങ്ഷൻ such that
at least one element, at least one element. Does not have a pre-image. Element in B does not have a pre-image, then it is not onto function. ചിലപ്പോൾ ഒരു എലമെന്റിനാവാം, ചിലപ്പോൾ രണ്ട് എലമെന്റിനാവാം, ചിലപ്പോൾ മൂന്ന് എലമെന്റിനാവാം. അതായത് എല്ലാ എലമെന്റിനും പ്രീമേജ് ഇല്ലെങ്കിലും ഓൺ ടു ആണ്. പക്ഷെ എല്ലാ എലമെന്റിനും പ്രീമേജ് ഇല്ലാണ്ട് ആവാൻ പറ്റില്ല. കാരണം ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതായത് അപ്പൊ ഫംഗ്ഷനേ ആവില്ല. കാരണം ഇതിന്റെയൊക്കെ ഡിഫൈൻഡേ അല്ല ഫംഗ്ഷൻ. അപ്പോൾ അതിൽ കാര്യമില്ല. അപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇമേജിനെങ്കിലും പ്രീ ഇമേജ് ഇല്ലെങ്കിൽ അത് ഓൺ ടു അല്ലാത്ത ഫംഗ്ഷൻ ആവും. അപ്പോൾ ഓൺ ടു അല്ലാത്ത ഫംഗ്ഷൻസ് എല്ലാം ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ടു ഫംഗ്ഷൻസ് കിട്ടുമല്ലോ. കാരണം ഫംഗ്ഷൻസ് ആർ ഈദർ ഓൺ ടു ഓർ നോട്ട് ഓൺ ടു. If it is a function, then it is a function. Okay. And a function will have an image for every element in the domain or a set. അതുവരെ നമുക്ക് മനസ്സിലായി. ആൻഡ് എ ഫംഗ്ഷൻ വുഡ് ഓൾസോ, അപ്പൊ ഫംഗ്ഷൻ എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ഫംഗ്ഷൻ ആയിരിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ഫംഗ്ഷൻ ആയിരിക്കാം. ഒരു ഫംഗ്ഷൻ ആവണമെങ്കിൽ എല്ലാ എലമെന്റ് ഓഫ് എയിനും ഒരു ഇമേജ് വേണം. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ക്വസ്റ്റ്യൻ. അതെങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. 1 2 ഇതാണ് ഒരു എ ബി, ഇതാണ് ബി. ഇതത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. എത്ര രീതിക്ക് നമുക്ക് വരയ്ക്കാം? 1a ഇൻ സച്ച് എ മാനർ ദാറ്റ് ഇറ്റ് ഒബേസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഫംഗ്ഷൻ. അതായത് നമുക്ക് 1 നിന്ന് ബിയിലേക്ക് വരയ്ക്കാൻ പറ്റും. കാരണം രണ്ടെണ്ണം അത് പറ്റില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് വരയ്ക്കാനുള്ള റൂൾസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ആ റൂൾസ് വെച്ചിട്ട് എത്ര രീതിക്ക് നമുക്ക് വരയ്ക്കാം, അതാണ് ക്വസ്റ്റ്യൻ. എത്ര രീതിക്ക് വരയ്ക്കാൻ പറ്റണോ അത്രയും ഫങ്ഷൻസ് ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പൊ 1a, ദിസ് ഈസ് 1a 2b, ദിസ് ഈസ് എ ഫംഗ്ഷൻ. ദിസ് ഈസ് ഓൾസോ എ 1 to 1 ഫംഗ്ഷൻ. അതായത് ഒരു എലമെന്റിന് ഒരു ഇമേജേ ഉള്ളൂ, ഒരു എലമെന്റിന് ഒരു ഇമേജേ ഉള്ളൂ. ഒരു എലമെന്റിന് ഒരു ഇമേജേ ഉള്ളൂ എങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. Okay, this is 1 to 1 and on to function. Okay. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 1 to 1ന്റെ കൺസെപ്റ്റ് ഒന്നും ഇപ്പൊ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്കത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. 1 to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 1 to 1 ഫംഗ്ഷൻ ആണ്. നേരെ മറിച്ച് ഇത് ഒരു 1 to 1 ഫംഗ്ഷൻ അല്ല. കാരണം ഒന്നിന്ന് എയിലേക്കാണ്, രണ്ടിൽ നിന്നും എയിലേക്കാണ് വരുന്നത്. അപ്പൊ അത് 1 to 1 അല്ല. അപ്പോ ഒന്നിന്, അതായത് എഫ് ഓഫ് എ is equal to f of b implies a is equal to b, then it is what? ഇപ്പൊ f of 2 എന്താണ്? a. f of 1 എന്താണ്? a. but that doesn't imply 2 is equal to 1. So this is not what? This is the condition for a 1 to 1 function. Alright. So this is not a 1 to 1 function. 1 to 1 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു എലമെന്റിന് ഒരു ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. അത് മാത്രമല്ല, ആ എലമെന്റിന് ഒരു പ്രീ ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. മനസ്സിലായി? രണ്ട് രീതിക്ക്. അതായത് എന് ഒരു എലമെന്റിനോട്, അതായത് രണ്ട് രീതിക്ക്, ഇവിടുന്ന് നമുക്ക് ഓൾറെഡി അറിയാം ഒന്നിന് എയും ബിയും ഉണ്ടാവാൻ പാടില്ല. അത് രണ്ടിന് എനും ബിയിനോടും വര പോകാൻ പാടില്ല. അതേപോലെ എന് 1ലേക്കും 2ലേക്കും രണ്ടിലേക്കും ഒരുമിച്ച് വര പോകാൻ പാടില്ല. 1ലേക്കാണെങ്കിൽ 1ലേക്ക്, 2ലേക്കാണെങ്കിൽ 2ലേക്ക്, ബിന് ബാക്കിയുള്ള ഏതാ ഒന്നിലേക്ക് വെച്ചാൽ അതിലേക്ക്. മനസ്സിലായില്ലേ? ഒരൊറ്റ ലൈനേ പാടുള്ളൂ. ഇങ്ങനെ വരണം, അല്ലാണ്ട് ഇങ്ങനെ വരാൻ പാടില്ല. അവിടെ നിന്ന് 2 വര 3 വര, മോർ ദാൻ 1 വരെ ഉണ്ടാവാൻ പാടില്ല. അതായത് ഫോർ an element in B, for an element in B, more than one line is not allowed. ഇതാണ് കണ്ടീഷൻ. For what? For 1 to 1. അപ്പം അത് 1 to 1 ആയിക്കോളും തന്നെ. ഇതാണ് അതിന്റെ പ്രിസൈസ് കണ്ടീഷൻ. മനസ്സിലായി? ആൻഡ് ഓൺ ടു ആവണമെങ്കിൽ എങ്ങനെയാണ്? എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ടാവണം. അപ്പൊ എല്ലാ എലമെന്റിനും ഇമേജും ഉണ്ട്,
എല്ലാ എലമെന്റിനും ഒരൊറ്റ എന്താ പറയാ എലമെന്റ്, അതായത് എല്ലാ എലമെന്റിനും ഇമേജും ഉണ്ട്. എല്ലാ എലമെന്റിനും ഒരു എലമെന്റിനോട് മാത്രമേ കണക്ഷൻ ഉള്ളൂ എങ്കിൽ അതൊരു ഓൺ ടു വൺ ടു വൺ ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? ഓക്കെ. അപ്പൊ അതുവരെയുള്ള ഐഡിയാസ് ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? ഇതൊന്നും നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആവശ്യമില്ല, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കുമ്പോൾ എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. കാരണം എപ്പോഴും ഈ ക്വസ്റ്റ്യൻ അല്ലല്ലോ ചോദിക്കുക. ഇതിന് തന്നെ വേറെ ഈ കൺസെപ്റ്റ് വെച്ചിട്ട് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ എല്ലാം പഠിച്ച് പോവാം. ഓക്കെ. അപ്പൊ നമുക്ക് തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്? നമ്മളത് ഓൾറെഡി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞത്? നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ട കൗണ്ട് ഓഫ് ഫങ്ഷൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് ദാറ്റ് ആർ പോസിബിൾ ഇൻ ദാറ്റ് പർട്ടിക്കുലർ സെറ്റ്. എ സെറ്റ് ബി സെറ്റ് നമുക്ക് ഇവിടെ വരയ്ക്കാം. എ സെറ്റ് എന്തായിരുന്നു? 2 4 3 അല്ലേ? അയ്യോ എന്തായിരുന്നു? 1 മിനിറ്റ്. 2 3 5 7 11 13. ഓക്കെ, നോട്ട് 2 4. ഐ ആം സോറി. 2 3 5 7 11 13 and this is A set. Okay, and then we have B set is 1 8 27. Okay. ഇതിലിപ്പോൾ എത്ര ഫംഗ്ഷൻസ്, ടോട്ടൽ ഫംഗ്ഷൻസ് വരാൻ പറ്റും? അതൊരു ഫംഗ്ഷൻ ആയിരിക്കണം എന്ന് മാത്രം നിർബന്ധമുള്ളൂ. അതിൽ നിന്ന് മൈനസ് നോട്ട് ഓൺ ടു ഫംഗ്ഷൻസ്. നോട്ട് ഓൺ ടു ഫംഗ്ഷൻസ് ആർ ബേസിക്കലി ഫംഗ്ഷൻസ് വിച്ച് ആർ നോട്ട് ഓൺ ടു, which means what? It is the collection of all functions that have at least one element, and one element that is omitted, that has at least got not, like at least one element. There is one element which does not have an element. All right, which means അതിന് നമുക്കൊരു പുതിയ ഐഡിയയും കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ആയി. നമുക്ക് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. 2 3 5 7 11 and 13. ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് എത്രയായിരിക്കും? ഫംഗ്ഷന്റെ കണ്ടീഷൻ എന്താണ്? ഈ എല്ലാ എലമെന്റിനും ഒരു ഇമേജ് ഉണ്ടാവും. ആ ഇമേജ് ഏത് ഇമേജ് ആയിരിക്കും? ഇത് 3 എലമെന്റ്സ് ഉണ്ട്. ഈ 3 എലമെന്റ്സിന് ഏത് വേണമെങ്കിൽ ആവാം, എങ്ങനെ വേണമെങ്കിൽ കണക്ഷൻ വരാം. പക്ഷെ അത് മാത്രമേ ഇതിന്റെ ഒരു പ്രശ്നമുള്ളൂ. പിന്നെ ഇതിലൊന്നും പറഞ്ഞിട്ടില്ല 2-ന് 1 വന്നു കഴിഞ്ഞാൽ 3-നും 1 വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം ഇത്തരത്തിലൊരു മാപ്പിംഗ് ഈസ് ഓക്കെ. മനസ്സിലായോ? ഒരു സാധനത്തിന് 2 ഇമേജ് വരാൻ പറ്റില്ല, ഒരു സാധനത്തിന് ഒരു ഇമേജ് വരാം. അപ്പൊ ഒരു സാധനത്തിന് ഒരു ഇമേജ് വരാം. അത് ഒന്നല്ലെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 8 വരാം, അല്ലെങ്കിൽ 27 വരാം. മനസ്സിലായില്ലേ? 2-ന്റെ കറസ്പോണ്ടിങ് ഇമേജ്. 3-നും അതേപോലെ ഏതെങ്കിലും 1 വരാം, 5-നും അതേപോലെ ഏതെങ്കിലും 1 വരാം, 7-നും അതേപോലെ ഏതെങ്കിലും 1 വരാം, 11-നും അതേപോലെ ഏതെങ്കിലും 1 വരാം, 13-നും അതേപോലെ ഏതെങ്കിലും 1 വരാം. ഇതന്നെയാണ് പെർമ്യൂട്ടേഷൻ. അതായത് ഇങ്ങനെ പറയുന്ന സംഭവത്തിന് നമുക്ക് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അറിയോ? 2-ന് 3 ഓപ്ഷൻ ഉണ്ട്, 3-നും 3 ഓപ്ഷൻ ഉണ്ട്, 5-നും 3 ഓപ്ഷൻ ഉണ്ട്, 7-നും 3 ഓപ്ഷൻ ഉണ്ട്, 11-നും 3 ഓപ്ഷൻ ഉണ്ട്, 13-നും 3 ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതെല്ലാം ഒരൊറ്റ സെറ്റപ്പിലാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദിസ് ഈസ് ബേസിക്കലി ദ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഇത് 3 വരാം. കാരണം അങ്ങനെയും വരാം, അങ്ങനെയും വരാം, അങ്ങനെയും വരാം. അതായത് 2-ന് 2 to 1 വരാം, 2 to 8 വരാം, 2 to 27 വരാം. ഫോളോഡ് ബൈ 3-ന് 1 വരാം, 3-ന് 8 വരാം, 3-ന് 27 വരാം. ഇങ്ങനത്തെ സംഭവം ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാകും. നമുക്കത് ഇങ്ങനെ കൗണ്ട് ചെയ്ത് എഴുതാൻ പറ്റും. ദിസ് ഈസ് ജസ്റ്റ് ദ പെർമ്യൂട്ടേഷൻ. അപ്പൊ ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ 3 to the power എത്ര? 1 2 3 4 5 6. 3 to the power 6. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ എല്ലാ മാപ്പും വരച്ച് നോക്കുക. ഇത്ര മാപ്പ് ആയിരിക്കും കറക്റ്റ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതിന്റെ പ്രൂഫ് എനിക്ക് അറിയില്ല, അതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണ്ട. 3 into 3 9, 9 into 3 27, 27 into 3 81, 81 into 3 is what? 3 8 3 is 24, 23 into 3 9, 12, 3 into 6 6 plus 1 7, 729 functions ആണ് ടോട്ടലി ഇതിൽ പോസിബിൾ. ആൻഡ് ദിസ് ഈസ് എ ജനറൽ ഫോർമുല. That is, if A contains n elements and B contains m elements, A contains m elements and B contains n elements, then it's always n raised to power n. Okay, അത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എല്ലാ എലമെന്റിനും ഇത്ര ഓപ്ഷൻ ഉണ്ട്.
അപ്പൊ അത് ഇൻറ്റു ചെയ്ത് പോകുമ്പോൾ എത്ര എലമെന്റ് എയിലുണ്ടോ അത്ര പ്രാവശ്യം ഈ ഓപ്ഷൻസ് ഇൻറ്റു ആവും. അപ്പൊ 3⁻6. 4 ആണെങ്കിൽ 4⁻6. 7 4 ആണെങ്കിൽ 4⁻7. മനസ്സിലായില്ലേ? സിമ്പിൾ ആയിട്ട് ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ്. ഇതിൽ നിന്ന് നമുക്ക് നോട്ട് 1 2 ഫംഗ്ഷൻസ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. ഇപ്പൊ നോട്ട് 1 2 ഫംഗ്ഷൻസ് ആർ ഓൾ ഓഫ് ദോസ് ഫംഗ്ഷൻസ് വിച്ച് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ്, 1 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 27, that is being left out. That does not have a pre-image, which means how many functions are there like that? That is, there is one element that does not have a pre-image. If one element does not have a pre-image, we can choose what that element is. Alright? Yes. We can choose. First, let us assume that 1 does not have a pre-image. Then, what do we have? Then it's equivalent to saying that we can't put 1 in anywhere here. This 2 can't be 1 because then 1 would have a pre-image. Alright, so 2 now has got only 2 options, that is 8 and 27. It's the same for 3, same for 5, same for 7, same for 11, same for 30. So this is 2⁻6. Okay, now it has equivalent. Now it has just become like this B contains 2 elements only. അപ്പൊ അത്തരത്തിലൊരു 2 എലമെന്റ്സ് മാത്രമുള്ള പോലെ ആവും. അപ്പൊ നമുക്ക് എന്താണ് 2 എലമെന്റ്സ് ഉള്ളത്. അപ്പൊ 2⁻6. ഇത് 1 ആണ്. നമ്മൾ ഇതിൽ പക്ഷെ കൺസിഡർ ചെയ്യുന്നത് 1ന് പ്രീമേജ് ഇല്ലാന്ന്. ഇതേപോലെ 8ന് പ്രീമേജ് ഇല്ലാന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ പിന്നെ 2⁻6 ഇതേ ഫോർമുല വെച്ചിട്ടല്ല, കാരണം 1ഉം 27 മാത്രമേ എല്ലാ എലമെന്റിനും എടുക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ 27ന് പ്രീമേജ് ഇല്ലാന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ 2⁻6 പിന്നെ. അപ്പൊ this is 3 into 2⁻6. Now 2⁻6 is what? 64. 64 into 3 is what? 4 into 3 is 12. 6 into 3 18. 192 ഫങ്ഷൻസ് ഓൺ ടു അല്ല. അപ്പൊ ഈ ഫങ്ഷൻസ് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മാത്രം മതി. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് നോക്കാം. 729 minus 192. That is 9 minus 2 is 7. 12 minus 9 is 3. 537. ബട്ട് 537 എന്ന് പറയുന്ന സാധനം ഓപ്ഷനിലേ ഇല്ല. അപ്പൊ ഞാൻ എത്ര നേരം പറഞ്ഞത് എന്താ? ഞാൻ എന്താ പൊട്ടണ? ബാലയുടെ ഡയലോഗ്. അപ്പൊ ഞാൻ പൊട്ടണ അല്ല, അത് പൊട്ടനായിട്ടല്ല. അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 192 എണ്ണം കൗണ്ട് ചെയ്യില്ലേ, അതില് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ കാണിച്ചത്. കാരണം എന്താണെന്നറിയോ? നമ്മള് ഇപ്പൊ 1 മാറ്റി നിർത്തി, പുതിയ സാധനം എടുക്കുക, 1 മാറ്റി നിർത്തി എന്ന് പറയാം. അപ്പൊ 8ഉം 27ഉം ഓപ്ഷൻ ഉണ്ട്. 8ഉം 27ഉം എലമെന്റിലൊക്കെ വരാം. ഓക്കെ, നിൽക്ക് ഞാൻ പറഞ്ഞു കറക്റ്റ് ആയിട്ട് പറഞ്ഞു. 1ഉം 8ഉം 27ഉം ഇല്ല. അപ്പൊ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തത് 1ന് പ്രീമേജ് ഇല്ല എന്ന് കൺസിഡർ ചെയ്തു. അപ്പൊ 8ഉം 27ഉം മാത്രമാണ് ഏതിന് 2 3 5 7 11 13 ഈ സാധനങ്ങൾക്കൊക്കെ ഉണ്ടാവാം. അതായത് ഏതർ 8 ആവാം അല്ലെങ്കിൽ 27 ആവാം. ഇതിന്റെ ഇമേജ് 8 ആവാം 27 ആവാം. അതിന്റെ എല്ലാ പോസിബിലിറ്റീസും അതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഇങ്ങനെ സംഭവിച്ചൂടെ? എല്ലാത്തിനും 8 ആയിക്കൂടെ? 8 ആവാം, കാരണം അത് ഇതിൽ കൗണ്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അതും ഇതിൽ കൗണ്ട് ചെയ്യുന്നുണ്ട്. അത് ഓക്കെയാണ്, അതിൽ പ്രശ്നമില്ല. അതൊരു കോമ്പിനേഷൻ ആയിരിക്കും, വേറൊരു കോമ്പിനേഷൻ ആയിരിക്കും 27 27 27 27 അതേപോലെ 27 8 27 8 27 8. അതെല്ലാം കോമ്പിനേഷൻസ് ആണ്. ഈ കോമ്പിനേഷൻസ് എല്ലാം ആ ഒരു 64ൽ കൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതില് ഈ 8 8 8 8 8 8 വന്നിരിക്കുന്നത് ഏതാണ്? ഒരെണ്ണമാണ്. ഓക്കെ, അപ്പൊ 64 - 1 63 നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതേപോലെ 8 പ്രീമേജ് അല്ലാത്ത സാധനത്തിലും 1 27 ഉണ്ട്. അല്ല, നമുക്ക് 8 അല്ല, 27 പ്രീമേജ് അല്ലാത്തത് നമ്മൾ എടുത്തു. അപ്പോഴും 1ഉം 8ഉം നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? 1ഉം ഫില്ല് ചെയ്യാം, 8ഉം ഫില്ല് ചെയ്യാം. അങ്ങനെ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്.
1 ഫില്ല് ചെയ്യുക 8 ഫില്ല് ചെയ്യുക, 1 ഫില്ല് ചെയ്യുക 8 ഫില്ല് ചെയ്യുക, 1 ഫില്ല് ചെയ്യുക 8 ഫില്ല് ചെയ്യുക. അപ്പൊ അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കൗണ്ട്സ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിലും നമുക്ക് കിട്ടുന്ന ഒരു പർട്ടിക്കുലർ എന്താണ് അറേഞ്ച്മെന്റ് എന്താണ്? 8 8 8 8 8 8ആണ്. പക്ഷെ ഈ അറേഞ്ച്മെന്റ് നമ്മൾ ഓൾറെഡി ഇതിൽ കൗണ്ട് ചെയ്തു. അപ്പൊ പിന്നെ ഇത് ഒരു വേസ്റ്റ് അല്ലേ? കാരണം 2 പ്രാവശ്യമല്ലേ നമ്മൾ 8 കൗണ്ട് ചെയ്ത്. അതെ, കാരണം നമ്മൾ 64 എണ്ണം കൗണ്ട് ചെയ്തു. ഇതിൽ പക്ഷെ ഒരെണ്ണം ഈ 8 8 8 8 8 ആണ്. ഇതിൽ നമ്മൾ പിന്നെ ഒരു 64 കൗണ്ട് ചെയ്തു. ഇതിൽ ഒരെണ്ണം 8 8 8 8 8 ആണ്. അപ്പൊ നമ്മൾ 64 പ്ലസ് 64 ഈ ഒരെണ്ണം മാത്രം 2 പ്രാവശ്യം കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാ ഒരെണ്ണം മൈനസ് ചെയ്താലേ അത് കറക്റ്റ് ആവുള്ളൂ. അതെ. പക്ഷെ അതേപോലെ തന്നെ ഈ 1 മാറ്റിയിട്ട് 8 27 വരുന്നത് ഇതിൽ 27 ഇതേപോലെ ഇതിൽ 27 27 27 27 പറയുന്ന ഒരു സാധനമില്ല, അത് ഒരു പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ അതേപോലെ 1 1 1 1 1 1 ആ സാധനം ഒരു പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഞാൻ അടുത്തതിൽ എങ്ങനെയാണ്? ഇതിൽ നമ്മൾ ഏതാ ഒമിറ്റ് ചെയ്തത്? 27 അല്ലെ? ഇതിൽ 1, ഇനി 1ഉം 27 ഉള്ളതുണ്ട്, 8 ഒമിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 1 1 1 1 1 1 1 കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ 27 27 27 ആ സാധനം കൗണ്ട് ചെയ്തിട്ടുണ്ട്. 8. അപ്പൊ നമ്മൾ ടോട്ടലി 8 8 ഈ 8 എല്ലാത്തിലും വരുന്നത് 2 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നുണ്ട്. 1 എല്ലാത്തിലും വരുന്നത് 2 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നുണ്ട്. 27 എല്ലാത്തിലും വരുന്നത് 2 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര? 2 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ടോട്ടൽ നമ്പർ 6ആണ്. മനസ്സിലായി? ഈ ടോട്ടൽ 64 × 3 എത്രയാണ്? 192. അതിൽ 6 എണ്ണം എന്താണ്? ഈ കൗണ്ടിങ് ആണ്. പക്ഷെ അതിൽ 3 എണ്ണേ വരുന്നുണ്ട്. കാരണം 3 എണ്ണം എക്സ്ട്രാ കൗണ്ടിങ് ആണ്. കാരണം അതിൽ 3 എണ്ണം മതി. അപ്പൊ ഇതിന്റെ പകുതി നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലെ? എന്ത് ചെയ്തിട്ടുണ്ട്? -3 ചെയ്യണം. കാരണം ഇതില് 3 കൗണ്ട് എക്സ്ട്രാ ആണ്. ഒരു പ്രാവശ്യം കൗണ്ട് ചെയ്യണം, ഓക്കെയാണ്. പക്ഷെ അത് പിന്നെയും കൗണ്ട് ചെയ്തു. അപ്പോൾ 1 അത് ഒരു പ്രാവശ്യം കൗണ്ട് ചെയ്യണം, ഓക്കെ, അത് കറക്റ്റ് ആണ്. പക്ഷെ 1 കൂടെ കൗണ്ട് ചെയ്യണം. അപ്പൊ ഒരു പ്രാവശ്യം കൂടെ കൗണ്ട് ചെയ്തു അല്ലേ? അപ്പൊ അങ്ങനെ 1, അതായത് 1 ഫുള്ളായിട്ട് വരുന്നത്, 8 ഫുള്ളായിട്ട് വരുന്നത്, 27 ഫുള്ളായിട്ട് വരുന്നത് നമ്മൾ 2 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അത് ടോട്ടൽ 6 ഉണ്ട്. 6 സബ്ട്രാക്ട് ചെയ്തു. 6 സബ്ട്രാക്ട് ചെയ്താൽ പക്ഷെ ഇതിന്റെ ഒന്നിന്റെയും കൗണ്ടേ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് 6 സബ്ട്രാക്ട് ചെയ്യാം. പകരം ഇതെല്ലാം ഒന്നും കൂടെ കൗണ്ട് ചെയ്യാം. അപ്പൊ അത് 3 പ്രാവശ്യം. അപ്പൊ 3. അല്ലെങ്കിൽ എന്താണ്? ഇതിൽ 6 കൗണ്ട് ഉണ്ട്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അറിയാം. 6 കൗണ്ട് ഉണ്ട്. ആ 6 കൗണ്ടിലും 3 എണ്ണം എന്താണ്? റിഡണ്ടന്റ് ആണ്. ആ 3 എണ്ണം സബ്ട്രാക്ട് എക്സ്ട്രാ കൗണ്ട് ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ പ്രശ്നം. ആ എക്സ്ട്രാ കൗണ്ട് നമുക്ക് കുറയ്ക്കണം. കാരണം അതിൽ അതാ പറയുന്നത് 1 2 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നുണ്ട്. 8 എല്ലാം പറഞ്ഞത് 2 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നു. 27 എല്ലാം പറഞ്ഞത് 2 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നു. പക്ഷെ നമുക്ക് ഒരു പ്രാവശ്യം മതി. അപ്പൊ 3 എണ്ണം കുറയ്ക്കാം. 3 ഫംഗ്ഷൻ 3 എണ്ണം കുറയ്ക്കാം. അപ്പോഴാണ് നമ്മൾ എത്ര വരുന്നത്? 180 അല്ലേ? 195 സോറി, 195. 189 കൗണ്ട് ചെയ്തു. മറ്റേ 189 അതേപോലെ മറ്റേത് എത്രയാണ്? 721 അല്ലേ? 81 × 3 81 × 3 is 3, 8 3s are 24, 23 is 4 3s are 9, 4 3s are 12, 4 3s are 729. 729. Now we have that one 2 × 6 cube. 2 into 3 into 2 raised to 6. 2 raised to 6, 64 into 3 is 4 into 3. 2 by 6 into 3 will be 192. 192 counts. Okay. So 729 minus, now we have to subtract 192. Alright. But in this case, now we are subtracting it. This 192 contains what?
This 192 has got 6 counts that are extra. And the 6 counts, that is 3 counts that are extra. It's 192 minus 3. This one. So 729 minus, yeah, because 3 counts are redundant. So 192 minus 3, no, they are only the distinct number of what? Number of, because number of what are we counting? Number of not onto functions. Like number of not onto functions is equal to what? 192. 192 അല്ല, കാരണം 192 is not distinctly counting because they are redundantly counting 3 such things. മനസ്സിലായില്ലേ? 3 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ. അപ്പൊ ആ 3 പ്രാവശ്യം നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ 192 minus 3 is what? 189. This is 0. 12 minus 8 is 4, 5. We have this in the option and this is the answer. I hope you all guys understand what this thing was actually about. All right. Thank you. Bye.